ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു അബായാണ് ചെയ്തിട്ടെടുക്കുന്നത്. അതിനായിട്ട് അബായൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 മീറ്റർ അബായൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതുപോലൊരു നെറ്റിൻ്റെ മെറ്റീരിയലും 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തായിട്ട് 60 ഇഞ്ച് വിഡ്ത്താണ് വന്നിട്ടുള്ളത്. ഏകദേശം അബായൻ്റെ മെറ്റീരിയലൊക്കെ 60 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് വരാറുള്ളത്. ഇനി മെറ്റീരിയലിനെ വീതിയിൽ ആദ്യം 2ആയിട്ട് ഫോൾഡ് ആക്കിയിട്ട് എടുക്കുകയാണ്. താഴെ വരെ നമ്മൾ വീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇനി കറക്റ്റ് സെൻറ്ററിൽ നിന്നായിട്ട് നമ്മൾ നീളത്തിൽ ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കായിട്ട് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിലായിട്ട് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും ഷോൾഡർ ആയിട്ട് 4 ഇഞ്ചസും മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് 9 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ടായിട്ട് 11 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീവ് ലെവൻസും കൂടെ ചേർത്തിട്ട് 12 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ബോഡി ലെങ്ത്ത് ആയിട്ട് നോർമലി നമ്മൾ 16 ഇഞ്ചസാണ് എടുക്കൽ. ഇവിടെ നമ്മൾ അബായക്ക് ആയതുകൊണ്ട് തന്നെ 17 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. വേസ്റ്റ് റൗണ്ടായിട്ട് 10 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1 ഇഞ്ച് സീവ് ലെവൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അബായൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അബായൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ 45 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. 45 ഇഞ്ചസ് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബോട്ടം റൗണ്ടായിട്ട് 18 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 15 ഇഞ്ചസാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ടായിട്ട് ഞാൻ 10.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള സ്ലീവിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലായിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് 5.5 ഇഞ്ചസ് ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വി ഷേപ്പിലായിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത്. ബാക്ക് നെക്കിലാണെങ്കിൽ നമ്മൾ ലെങ്ത്ത് ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, നമ്മൾ അങ്ങനെ തന്നെ ഇടാണ്. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നെക്ക് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ട് മാത്രം ഒന്ന് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലായിട്ട് നമ്മളതിൻ്റെ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. താഴെ വരെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ നമ്മളിതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്കും കൂടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അബായയിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തപ്പം ഹാഫ് സ്ലീവ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 15 ഇഞ്ചസ് ആയിരുന്നു സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിനി ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നെറ്റിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ 15 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഫുൾ സ്ലീവ് ആവാൻ എത്രയും കൂടെ വേണോ നോക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അബായൻ്റെ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 24 ഇഞ്ചസ് വരെയൊക്കെ സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ 8 ഇഞ്ചസാണ് നെറ്റിൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 8 ഇഞ്ചസ് ലെങ്ത്തിലായിട്ട് നെറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സെയിം വിഡ്ത്തിൽ തന്നെയാണ് നമ്മൾ ആ ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് സെയിം വിഡ്ത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നെറ്റിൻ്റെ പീസിന് ഇതുപോലെ നമ്മൾ 2 സൈഡിലോട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ബാൻഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ബാൻഡിന് വേണ്ടിയിട്ടുള്ളതും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സെയിം വിഡ്ത്തിലായിട്ട് 3 ഇഞ്ചസ് ലെങ്ത്തിലുള്ള 2 പീസസ് 2 സൈഡിലോട്ടും കൂടെ ആയിട്ട് ബാൻഡിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കായിട്ടാണ് നമ്മൾ സ്ലീവ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് നെറ്റും ബാൻഡൊക്കെ കട്ട് ചെയ്യുമ്പോൾ സീവ് എലമെൻസിനും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോഴേ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിലായിട്ട് നെക്കൊന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അബായൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ 2 സ്ട്രാപ്പുകൾ കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അബായൻ്റെ മെറ്റീരിയലിലാണെങ്കിൽ നമ്മൾ അബായൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടില്ല, 45 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. മുട്ടിൻ്റെ കുറച്ച് താഴായിട്ട് മാത്രമേ ഈ ഒരു ലെങ്ത്ത് വരുന്നുള്ളൂ.
പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സ്ലീവിൽ ആ ഒരു നെറ്റ് ആഡ് ചെയ്ത പോലെ ബാക്കി നമ്മൾ ആ ഒരു നെറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ആ ഒരു നെറ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ 54 ഇഞ്ചസാണ് നമ്മുടെ അബായൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്യുമ്പം ആ ഒരു നെറ്റും കൂടെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലായിട്ടും നെക്കിൻ്റെ അവിടെ മുതൽ താഴെ വരെ വരുന്ന രീതിക്ക് സ്ട്രാപ്പുകൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അബായൻ്റെ നല്ല ഭാഗത്തായിട്ടാണ് സ്ട്രാപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ ആ ഒരു നെക്ക് ഫിനിഷ് ചെയ്യുന്ന അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ബാക്കി ഭാഗം നമ്മൾ ആ താഴോട്ടുള്ള നെറ്റും കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറുതായിട്ട് കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മളിൽ നിന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു വി ഷേപ്പൊക്കെ കറക്റ്റിൽ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ റോങ് സൈഡിലോട്ടാക്കിയിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് എവിടം വരെയാണോ ജോയിൻ ചെയ്തത് അവിടം വരെ നമ്മളിതാ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പതിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രമാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ആ ഒരു നെറ്റിൻ്റെ പീസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് വരുന്നില്ല, നമ്മൾ ഒറ്റ പീസായിട്ട് ഫുൾ ലെങ്ത്ത് വരെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ വെച്ചിട്ട് സ്ലീവിൻ്റെ അവിടെ മുതൽ നെക്കിൻ്റെ എൻഡ് വരെ ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ വെടുത്തിനേക്കാളും രണ്ട് സൈഡിലോട്ട് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചസോ എക്സ്ട്രാ എടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ആണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ചസ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ടും ഷോൾഡറുകൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പീസിലായിട്ട് നമ്മൾ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് എടുത്തിട്ട് ബാക്ക് പാർട്ടിൽ റോങ് സൈഡിലോട്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ കാണുന്ന പോലെ ഈ ഒരു 3 സൈഡ് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബാക്ക് പാർട്ടിൽ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റ് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. നെറ്റിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ബാൻഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിലായിട്ട് ഇതുപോലെ ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ സ്ലീവിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. സ്ലീവിൻ്റെ അവിടെ മുതൽ രണ്ട് സൈഡിലും സൈഡുകൾ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. റോങ് സൈഡിലോട്ടാക്കി കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് സൈഡുകളും ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു ഓപ്പൺ വന്നിട്ടുള്ളത്. ഇനി അബായൻ്റെ എൻഡിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്തിട്ട് നോക്കുകയാണ്. 45 ഇഞ്ചസ് ആയിരുന്നു ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കിനി ഫുൾ ലെങ്ത്ത് ആവാനായിട്ട് എത്രയും കൂടെ വേണമെന്ന് നോക്കിയിട്ട് അത് നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ അബായൻ്റെ ഫുൾ ലെങ്ത്ത് ആയിട്ട് 55 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിനി നെറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിൽ സീവർ ലെവൻസും കൂടെ എടുത്തിട്ട് 11 ഇഞ്ചസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 11 ഇഞ്ചസ് ആണ് നെറ്റിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ 2 പീസുകളായിട്ടാണ് നെറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള നെറ്റ് നമുക്കിനി അബായൻ്റെ എൻഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അബായൻ്റെ നല്ല ഭാഗവും നമ്മുടെ നെറ്റിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ നെറ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ആ ഒരു നെറ്റ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിത് റൈറ്റ് സൈഡിലൂടെ ഈ ഒരു ഭാഗത്ത് കൂടെ ആയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് എടുക്കണം.
നേരത്തെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തതിൻ്റെ കൂടെ കുറച്ചധികം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി കൂടെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കുകയാണ്. അബായൻ്റെ നല്ല ഭാഗത്തായിട്ട് നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നെക്കിൻ്റെ അവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോങ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്ട്രാപ്പ് കംപ്ലീറ്റ് നമ്മൾ റോങ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഓപ്പണിൻ്റെ മറ്റേ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. റോങ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്യുന്ന മുന്നേ ആയിട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ആ 2 സ്ട്രാപ്പുകൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. എക്സ്ട്രാ വന്നാൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ഓപ്പണിൻ്റെ 2 സൈഡിലും നമ്മൾ ആ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് റോങ് സൈഡിലോട്ട് ആക്കിയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു എൻഡിലാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു സ്ട്രാപ്പും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ഈ ഒരു ഓപ്പൺ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ച് വിടുത്ത് വന്നിട്ടുള്ള ഒരു സ്ട്രാപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിൻ്റെ അവിടം മുതൽ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ പീസ് ജോയിൻ ചെയ്തിട്ടുള്ള അവിടം വരെയാണ് ഈ ഒരു സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലെങ്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പീസിൻ്റെ 2 എൻഡുകളൊന്ന് റോങ് സൈഡിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭാഗം ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓപ്പണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്ട്രാപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ വി ഷേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ആ ഒരു നെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടം വരെ താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ മുതൽ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പ് ഇതുപോലെ ഉള്ളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മറ്റേ സൈഡിൽ വന്നിട്ടുള്ള ആ ഒരു ഓപ്പൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് മറ്റേ ഓപ്പൺ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരെയാണ് ഞാൻ ഈ ഒരു ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രണ്ടിലെ സ്ലിറ്റ് ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ക്ലോസ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അബായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അബായാണ്. പിന്നെ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനും ലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതുപോലെ ഒരു സ്റ്റോണിൻ്റെ ലേസ് എടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിലും അബായൻ്റെ എൻഡിലൊക്കെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോണും ലേസൊന്നും ആഡ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു നെറ്റിൻ്റെ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു അബായാണിത്. അപ്പോൾ നമ്മളിതിലോട്ട് നെറ്റ് കട്ട് ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് വാങ്ങിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നെറ്റിന് പകരമായിട്ട് ബ്ലാക്കിൽ ഇതുപോലത്തെ വർക്കൊക്കെ വരുന്ന ജോർജറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അത് നമ്മുടെ ഈ ഒരു ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.